കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രിയായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിശേഷാൽ ഉപവാസ പ്രാർത്ഥനകളുടെ പ്രഥമ രാത്രി ദൈവവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന അവസരം ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷൈജു സാമുവേൽ, അദ്ദേഹത്തിന്റെ കുടുംബം, സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ കാലാവസ്ഥയുടെ അല്പ പ്രതികൂലങ്ങൾ ഉള്ളത് കൊണ്ട് എത്രത്തോളം സമയം ദൈവവചനം പ്രസംഗിക്കാനുള്ള സൂമിന്റെ സാധ്യതകൾ, നെറ്റിന്റെ സാധ്യതകൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുള്ളതുകൊണ്ട് മുഖവുരകൾ ഒന്നും തന്നെ പറയാതെ നേരെ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 126 സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊന്ന് വായിക്കാം. 126 സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വാക്യം. 126 സങ്കീർത്തനം 1-ാം വാക്യം. ആർക്കെങ്കിലും അത് വായിക്കാമോ? ചില വാക്യങ്ങൾ വായിക്കേണ്ടി വരും. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. മതി, വളരെ നന്ദി. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ആ വാക്യം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ: സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ, ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ? അർത്ഥം, സ്വപ്നത്തിൽ പോലും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത്, നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് ചില കാര്യങ്ങൾ അസാധ്യമെന്നും അസംഭവ്യമെന്നും നാം ചിന്തിച്ച പലതും അത് സാധ്യമായി വരുമ്പോൾ, അത് നടപ്പിലാകപ്പെടുമ്പോൾ ആശ്ചര്യപരതന്ത്രരായി പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു വാക്കാണ് ഇവിടെ തിരുവെഴുത്തിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദ ജനവും പറയുന്നത്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ആരംഭഭാഗത്ത് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രവാസത്തിൽ നിന്നൊരു മടങ്ങി വരവ് എന്നുള്ളത് അവർക്ക് അസാധ്യമായി തോന്നിയത്. സ്വപ്നത്തിൽ പോലും ഒരു മടങ്ങി വരവുണ്ടാകുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല എന്നല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? അങ്ങനാണെങ്കിൽ എന്താണ് പ്രവാസത്തിൽ നിന്നൊരു മടങ്ങി വരവുണ്ടാകാൻ സാധ്യതയില്ലെന്ന് അവരെ തോന്നിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നാൽ ദൈവം അവരെ മടക്കി വരുത്താനുള്ള കാരണങ്ങൾ ഒട്ടനവധിയുണ്ട്. എന്നാൽ അവരെ മടക്കി വരുത്താൻ ഉള്ള കാരണങ്ങളിൽ ഒരു കാരണം ഈ രാത്രി ഒന്ന് വിശകലനം ചെയ്ത്, ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അതുകൊണ്ട് എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ദൂത് ഇന്ന് രാത്രി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ആവേശവും പ്രചോദനവുമായി മാറേണ്ടുന്നതിന് ഈ സന്ദേശം ഉപയുക്തമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇനി ഞാൻ അല്പം ഇസ്രായേലിലെ ചരിത്രം ഒന്ന് പറഞ്ഞിട്ട് ബോറടിക്കരുത്. നിങ്ങൾ എത്ര പേരുടെ മുഖം എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ കഴിയുന്നില്ല? 3, 2, 4, 6 പേരെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ബാക്കി ആരുടെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബാക്കി ഇനിയും വീഡിയോ നിങ്ങൾ ഓൺ ആക്കിയാലും എനിക്ക് എൻ്റെ മൊബൈൽ സ്ക്രീനിൽ ഇത്രയും പേരെ കാണാൻ കഴിയുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ശാന്തമായി നിങ്ങൾ
ഒന്ന് മനസ്സിലാക്കണം എന്ന് വിനയത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചരിത്രം പറയുമ്പോൾ അല്പം ബോറടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നീട്ടിപ്പരത്തി ഒത്തിരി പറയാതെ ഒന്ന് രണ്ട് ആശയങ്ങൾ പറയുകയാണ്. BC 606, 598, 586 ഈ 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഒന്നാം ലൗകിക സാമ്രാജ്യത്തിന്റെ സാമ്രാട്ടായിരുന്ന നെബൂഖദ്നേസർ യഹൂദന്മാരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. ആ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാൻ ധാരാളം കാരണങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ബാബേൽ രാജാവ് അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവ് ഈ ജനത്തിനുണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചിരുന്നു. ഒന്നുകൂടെ പറയാം, ഒരിക്കലും യഹൂദന്മാർക്ക് ഒരു മടങ്ങി വരവിനുള്ള അവസരം ഉണ്ടാകാത്ത നിലയിൽ എല്ലാ സാധ്യതകളും ഇല്ലാതെയാക്കി എല്ലാ പഴുതുകളും അടച്ചാണ് നെബൂഖദ്നേസർ ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. മറക്കരുത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് അവർ പറയാനുള്ള കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഇവർക്കൊരിക്കലും ഇനി ഒരു മടങ്ങി വരവുണ്ടാകാൻ പാടില്ല എന്ന് നെബൂഖദ്നേസർ രാജാവ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു മടങ്ങി വരവിനുള്ള എല്ലാ പഴുതുകളും അദ്ദേഹം തന്ത്രപരമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ യുദ്ധത്തിൽ പരിതാപകരമായി തകർക്കപ്പെടുന്ന പല രാജ്യങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രാജ്യങ്ങളെല്ലാം പിന്നീട് പണിത് ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ രാജ്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട്. 1939 മുതൽ 45 വരെ നടന്ന 2ാം ലോക മഹായുദ്ധം നമുക്കറിയാം. ആ 2ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കാത്ത രാജ്യങ്ങൾ വിരളമാണ്. ജർമ്മനി ആകട്ടെ, ഇറ്റലി ആകട്ടെ, റഷ്യ ആകട്ടെ, അല്ലെ, എല്ലാ രാജ്യങ്ങളും 2ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. വിശേഷാൽ നിങ്ങൾ ജർമ്മനിയിലാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും ഈ സൂം മീറ്റിംഗിൽ ഉള്ളത്. 2ാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലമായി ആ രാജ്യം എത്രമാത്രം പരിതാപകരമായി തകർക്കപ്പെട്ടതാണ്. 2ാം ലോക യുദ്ധത്തോടുകൂടെ ഏറ്റവും പരിതാപകരമായി തകർക്കപ്പെട്ട മറ്റൊരു രാജ്യമായിരുന്നു ജപ്പാൻ. പക്ഷേ എത്രയോ പെട്ടെന്നാണ്, വിരലിലുണ്ടാവുന്ന വർഷങ്ങൾ കൊണ്ടല്ലേ ആ 2ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളെയെല്ലാം അതിജീവിച്ച് ഈ രാജ്യങ്ങളെല്ലാം വീണ്ടും ഉദ്ധരിക്കപ്പെട്ട് പുറത്തു വന്നത്. ജപ്പാന്റെ കാര്യം തന്നെ എടുത്തേ. സത്യത്തിൽ ആ രാജ്യത്തിനൊരു മടങ്ങിവരവ് ഉണ്ടാകാത്ത നിലയിൽ പരിതാപകരമായി അവർ തകർന്ന് തരിപ്പണമായതാണ്. 1945 ഓഗസ്റ്റ് മാസത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക കൊണ്ടുപോയിട്ട് ആറ്റം ബോംബല്ലേ, ലക്ഷക്കണക്കിന് മനുഷ്യന് വെന്തും വെണ്ണീറായി മാറിയില്ലേ. ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്ന് തരിപ്പണമായതല്ലേ. എല്ലാ നിലകളിലും ആ രാജ്യം തകർന്നതല്ലേ. പക്ഷെ എത്ര പെട്ടെന്നാണ് ആ രാജ്യം ഇന്ന് ലോകത്തിൽ ഒരു അജയ ശക്തിയായി, ഒരു സാമ്പത്തിക ശക്തിയായി അവർ ഉയർന്നു പൊങ്ങി വന്നു. എന്താ അതിന്റെ കാരണം ആ രാജ്യത്തിലെ യൗവനക്കാരാണ്. രാവും പകലും ഒന്നില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ അവർക്കുണ്ടായിരുന്ന ഒരു നല്ല മനസ്സാണ്. അടുത്തത് ആ രാജ്യം ഉയർന്നു വരാനായിട്ട് കാരണം സാങ്കേതിക വിദഗ്ധരാണ്. ബുദ്ധിരാക്ഷസന്മാരായ സാങ്കേതിക വിദഗ്ധർ. സാങ്കേതിക വിദ്യയിൽ വിശേഷം നമുക്കറിയാം, ജപ്പാൻ കാറുകൾ. അതുപോലെ തന്നെ ഒരു കാലത്തൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഗൾഫിലെങ്ങാനും വിസിറ്റിങ്ങിന് പോകുമ്പോൾ പ്രധാനമായും മേടിച്ചുകൊണ്ട് വന്നിരുന്നത് ജപ്പാനിലെ ഒരു ടോർച്ച്, അല്ലെ ജപ്പാനിലെ ഒരു ഫ്ലാസ്ക്, അല്ലെ. ഇപ്പൊ ജപ്പാനിലെ ഒരു ഫ്ലാസ്ക്, ജപ്പാനിലെ ഒരു ടോർച്ച് ഒന്നും കിട്ടാനില്ല. കാരണം ഇപ്പൊ എല്ലാം യൂസ് ആൻഡ് ത്രോ ആണ്. പെട്ടെന്ന് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കുക, അടുത്ത ഒരെണ്ണം വാങ്ങിക്കുക. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ജപ്പാനിലെ ഒരു ഫ്ലാസ്ക് എന്നൊക്കെ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ ഇരിക്കുമായിരുന്നു. ജപ്പാനിലെ ഒരു ടോർച്ച് എന്നൊക്കെ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ ഇരിക്കുമായിരുന്നു. ഇന്ന് ലോക കമ്പോളങ്ങളിലെ നാം അധികം ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ മിക്കവാറും പുറത്തിറങ്ങുന്നത് ജർമ്മനി. ഞാൻ വില കുറച്ച് കാറുകളിൽ ജർമ്മൻ കാറ്, വോക്സ് വാഗണ്, അതിനെയൊന്നും ഞാൻ ഒന്നും വില കുറച്ച് കാണുന്നതല്ല. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞു വരികയാണ്. ജപ്പാന്റെ കാറുകൾ, അല്ലെ, അതൊക്കെ ആ ടെക്നോളജി, അവരുടെ ആ എഞ്ചിൻ ലൈഫ്, അതിനെയൊക്കെ മനുഷ്യരെത്ത് ബഹുമാനിക്കുന്ന ആദരവോടെയാണ് കാണുന്നത്. അപ്പൊ ബുദ്ധിരാക്ഷസന്മാരായ അവിടുത്തെ സാങ്കേതിക വിദഗ്ധർ, യൗവനക്കാർ, അവരുടെ അർപ്പണ മനോഭാവം ഒക്കെയാണ് ആ രാജ്യം വളരെ വേഗത്തിൽ പുരോഗതിയിലേക്ക് ഉയർന്നു വരാനായിട്ട് കാരണം. അപ്പൊ ഞാൻ ഈ ചിന്തയെ ഇസ്രായേലിന് യഹൂദയോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്.
നെബൂഖദ്നേസർ രാജാവ് ഒരു കാരണവശാലും ഈ രാജ്യം പണിതു ഉറപ്പിക്കപ്പെടാൻ പാടില്ല, ഈ ജനം ഒരിക്കലും ഇനി അവിടേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി പുലർത്തിയ ആളാണ്. അതിന് അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് വരാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഒന്ന് എടുക്കാമോ? അതിന്റെ 36-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് നോക്കാമോ? 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. അതുകൊണ്ട് അവൻ കൽദയുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി, അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധമന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെ ഒക്കെയും അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെ ഭണ്ഡാരവും എല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദേവാലയം ചുട്ടു, യെരൂശലേമിന്റെ മതിലിടിച്ചു, അതിലെ വളരെ നന്ദി. വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകില്ല ഈ കാര്യം എന്താ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. പക്ഷെ നെബൂഖദ്നേസർ രാജാവ് ചെയ്ത തന്ത്രപരമായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആരോഗ്യ ദൃഢഗാത്രന്മാരായ യൗവനക്കാരെ മുഴുവൻ അദ്ദേഹം വാളുകൊണ്ട് വെട്ടിക്കൊന്നു, അവരെ നശിപ്പിച്ചു, ഇല്ലാതെയാക്കി. ഇനി കുലീനന്മാരായ പ്രഭുക്കന്മാരായ എന്ന് പറഞ്ഞാൽ ബുദ്ധിവൈഭവമുള്ള വിദ്യാസമ്പന്നരായ വളരെ കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരെ അദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? അവരെ എല്ലാം ബാബിലോണിൽ പ്രവാസികളായി കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ യൗവനക്കാർ, ആരോഗ്യ ദൃഢഗാത്രന്മാരെ മുഴുവൻ, ആരോഗ്യ ദൃഢഗാത്രരായവരെ മുഴുവൻ, ചോരത്തിളപ്പുള്ള, ചുറുചുറുക്കുള്ള, ഓജസ്സുള്ള, തേജസ്സുള്ള എന്ന് പറഞ്ഞാൽ ബാബിലോണ്യ സാമ്രാജ്യത്തിനും ആ സൈന്യത്തിനും എതിരെ ചെറുത്തു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ സകല യൗവനക്കാരെയും ആരോഗ്യമുള്ളവരെയും അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു, യഹൂദയിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ഇനി കൊല്ലാതെ രക്ഷിച്ച ചിലരുണ്ട്. ഇപ്പം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേല്, അല്ലെ, അതുപോലെയുള്ള പ്രഭു കുടുംബത്തിൽപ്പെട്ട ബുദ്ധി വൈഭവമുള്ള ജ്ഞാനമുള്ള നല്ല എന്ന് പറഞ്ഞാൽ ഇവരെ ബാബിലോണിൽ പ്രവാസികളായി കൊണ്ടുപോയാൽ ഇവരുടെ കഴിവ്, ഇവരുടെ മിടുക്ക്, ഇവരുടെ സാമർഥ്യം, ഇവരുടെ വിദ്യാഭ്യാസം, ഇവരുടെ വൈഭവം ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് ബോധ്യമുള്ളവരെയെല്ലാം തന്ത്രപരമായി ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ പ്രവാസികളായി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഒന്നാമത്തെ ആശയത്തിലേക്ക്, ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. എന്നിട്ട് ആരെ അവിടെ ഉപേക്ഷിച്ചു പോയെന്നറിയാമോ? ഒന്നിനും കൊള്ളത്തില്ലാത്ത എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത, കായിക ബലമില്ലാത്ത, വൃദ്ധരായ, രോഗികളായ, അല്ലെ, നിരാലംബരായ, ഒരിക്കലും ഈ സാമ്രാജ്യത്തിനോ പടയാളികൾക്കോ ഭീഷണിയാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തവരെ മാത്രം യഹൂദയിൽ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പോയി. കാരണം അവരെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കാരണം കൊന്നില്ലേലും സാരമില്ല, അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അവരൊക്കെ മരിക്കാൻ സാധ്യതയുള്ളവരാണ്. അത്രമാത്രം ശാരീരികമായി ക്ഷീണിതരും ബലഹീനരും പ്രായാധിക്യത്തിലെത്തിയവരുമായവരെ നെബൂഖദ്നേസർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ബാക്കി എല്ലാവരെയും അദ്ദേഹം ബാബിലോണിൽ പ്രവാസികളായി കൊന്നുകളഞ്ഞിട്ട് ബാക്കിയുള്ളവരെ, അവശേഷിച്ചവരെ, ബുദ്ധി വൈഭവമുള്ളവരെ, സാമർഥ്യമുള്ളവരെ, തന്റെ സാമ്രാജ്യം പടുത്തുയർത്തി അതിന്റെ പ്രതാപത്തിൽ നിലനിർത്താൻ പര്യാപ്തരായവരെ ഇവിടെ നിന്ന് അദ്ദേഹം പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊരു മടങ്ങി വരവുണ്ടാകണമെങ്കിൽ ചെറുത്ത് നിൽക്കാൻ ആള് വേണ്ടേ? യൗവനക്കാർ വേണ്ടേ? ഞാൻ ജപ്പാന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ? ഒരു രാജ്യം മടങ്ങി വരാൻ കാരണം അത്
അഭിവൃദ്ധിയിലേക്ക്, പുരോഗതിയിലേക്ക് എത്തപ്പെടാൻ കാരണമെന്താ? കാരണം മറ്റൊന്നുമല്ല, അവിടുത്തെ യൗവനക്കാർ, അവരുടെ സമർപ്പണം, അവരുടെ ആത്മാർത്ഥത, രാവും പകലുമില്ലാതെ അധ്വാനിക്കാനുള്ള അവരുടെ മനസ്സ്, അവരുടെ മനോഭാവമല്ലേ. രണ്ടാമത്തത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ഈ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ബുദ്ധിരാക്ഷസന്മാരായ സാങ്കേതിക വിദഗ്ധർ, അവരുടെ രാജ്യം പണിയാനല്ലേ അവരുടെ കഴിവുകൾ, അവരുടെ വൈഭവങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. പക്ഷെ ഇവിടെ നെബൂഖദ്നേസർ എന്താ ചെയ്തത്? യഹൂദ എന്ന് പറയുന്ന രാജ്യം പണിയാനല്ല, ബാബിലോണ്യ സാമ്രാജ്യത്തെ പ്രതാപത്തിന്റെ ഉത്തുംഗത്തിൽ എത്തിക്കാൻ ആണ് ഇവിടെ ഉണ്ടായിരുന്ന മിടുക്കന്മാരെ മുഴുവൻ അവിടേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഒന്നാമത്തെ സാധ്യത അദ്ദേഹം അടച്ചു. എന്താ അടച്ച സാധ്യത? ഒന്നുകൂടെ പറയാം. ഈ സാങ്കേതിക ബുദ്ധിയുള്ള, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള ഒരു രാജ്യത്തെ അതിൻ്റെ തകർച്ചയിൽ നിന്ന് പണിയാൻ പര്യാപ്തമായ അത്ര സാങ്കേതിക വിദ്യയിൽ മികവോ കഴിവോ പ്രാപ്തിയോ ഉള്ളവരെ ഒന്നും അദ്ദേഹം ഇവിടെ ഇട്ടേച്ചു പോയില്ല. അങ്ങനെയുള്ളവരെ എല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത്. ബാക്കി കരുത്തരായ, ചെറുത്തു നിൽക്കാൻ പര്യാപ്തരായവരെ എല്ലാം കൊന്നു തള്ളുകയും ചെയ്തു. അപ്പോൾ ഒന്നാമത് അവരെ കൊന്നു തള്ളിയതിലൂടെ ഇവരിൽ കുറച്ചുപേരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ബാബിലോണിനെ പണിയാൻ അദ്ദേഹം ഉറപ്പിച്ചത് ഒരിക്കലും ഇനി യഹൂദ എന്ന് പറയുന്ന രാജ്യം, ദൈവത്തിന് സ്തോത്രം, ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരിക്കലും അവർക്കൊരു മടങ്ങി വരവുണ്ടാകരുത്. നെബൂഖദ്നേസർ ഒന്നാമത് തീരുമാനിച്ചുറപ്പിച്ചത് അതാണ്. രണ്ടാമത്തേത് നമ്മൾ അവിടെ വായിച്ചു, അത് ഞാൻ അല്പം കൂടെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കൊന്ന് വരാമോ? അതിൻ്റെ 24-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളും ആയി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. മതി 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 മതി. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് നമ്മൾ വളരെ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാത്തൊരു ഗ്രൂപ്പാണ്. എല്ലാ ആശാരിമാരെയും എല്ലാ കൊല്ലന്മാരെയും ഈ നെബൂഖദ്നേസർ ബാബിലോണിൽ പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. അപ്പൊ രണ്ടാമത്തെ തലം ഞാൻ പറയുകയാണ്. എന്തിനാ ഈ ആശാരിമാരെ കൊണ്ടുപോയത്? എന്തിനാ കൊല്ലന്മാരെ കൊണ്ടുപോയത്? ഈ ആശാരിമാരെന്ന് പറയുന്നത് വീട്ടിലെ കതകും ജനലും ഒന്നും മാത്രം പണിയുന്നവരല്ല. പുരാതന കാലത്ത് രഥങ്ങൾ പണിതത് ആശാരിമാരാണ്. 2 കൊല്ലന്മാർ പണിയായുധങ്ങൾ മാത്രമല്ല പണിതിരുന്നത്. പ്രാചീന കാലത്ത് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് കൊല്ലന്മാരാണ്. അപ്പൊ മുഴുവൻ ആശാരിമാരെയും മുഴുവൻ കൊല്ലന്മാരെയും ഈ യഹൂദയിൽ നിന്ന് ബാബിലോണ്യ സാമ്രാട്ടായിരുന്ന നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: ഒരു കാരണവശാലും ഈ ബാബിലോണിനെതിരെ ഇവരൊരു പ്രതിരോധം ഉണ്ടാക്കത്തക്ക നിലയിൽ ആയുധം നിർമ്മിക്കുന്ന ഒരൊറ്റ കൊല്ലനോ ഒരൊറ്റ ആശാരിയോ കാണാൻ ഇവിടെ പാടില്ല. ഈ ആശാരിമാരെയും കൊല്ലന്മാരെയും എല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോയത് അവർക്ക് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കത്തക്ക നിലയിൽ അവിടെ രഥങ്ങളും അവിടെ യുദ്ധോപകരണങ്ങളും ഉണ്ടാക്കാനായിട്ട് ഈ ആശാരിമാരെയും കൊല്ലന്മാരെയും മുഴുവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ് ഉണ്ടായത്. ഞാൻ 1 ശമൂവേലിന്റെ പുസ്തകം ഇവരെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് കൊല്ലന്മാർ അത്യാവശ്യമായിരുന്നു എന്നതിന് ഒരു ഉദാഹരണം പറയാം. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം, അതിന്റെ 19-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം, അതിന്റെ 19-ാമത്തെ വാക്യം. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ച്, ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. അപ്പൊ ഈ ഫെലിസ്ത്യരുടെ ഒരു അടവായിരുന്നു, ഇവിടെ കൊല്ലന്മാരുണ്ടാകാൻ പാടില്ല. കാരണം വാളോ കുന്തമോ എബ്രായർ ഉണ്ടാക്കാൻ പാടില്ല, ഇസ്രായേലിൽ ഉണ്ടാക്കാൻ പാടില്ല. കാരണം വാളോ കുന്തമോ ഉണ്ടാക്കിയാൽ, ആയുധങ്ങൾ ഉണ്ടാക്കിയാൽ ഫെലിസ്ത്യർക്കെതിരെ ഇവർ യുദ്ധം ചെയ്യും. അപ്പൊ യുദ്ധം ചെയ്യാൻ ആയുധമില്ലെങ്കിൽ എങ്ങനെ യുദ്ധത്തിന് വരും? ആയുധം ഉണ്ടാകണമെങ്കിൽ ആയുധം ഉണ്ടാക്കാൻ കൊല്ലന്മാര് വേണ്ടേ? അപ്പൊ നെബൂഖദ്നേസർ രാജാവ് ഈ ആശാരിമാരെ, ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ശാന്തമായ ഒരു അടിത്തറയിട്ട് ഞാൻ വരികയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് എന്നോട് വരണം.
ഉപവാസ പ്രാർത്ഥനയല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാനും നിങ്ങളെ ഒന്ന് ഉറപ്പിക്കാനുമാണ് ഇന്ന് രാത്രി ഞാൻ ഈ ഒരു ചിന്ത ഇങ്ങനെ അടിത്തറയിട്ട് വരുന്നത്. ആശാരിമാരെ കൊണ്ടുപോയത്, കൊല്ലന്മാരെ കൊണ്ടുപോയത് തന്ത്രപരമായിട്ടാണ് നെബൂഖദ്നേസർ. കാരണം ഒരു കാരണവശാലും ഇനി ഇവിടെ ആയുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ആയുധം ഉണ്ടാക്കുന്ന കൊല്ലന്മാരോ ആചാര്യമാരോ ഉണ്ടെങ്കിലല്ലേ ആയുധ നിർമ്മാണം നടക്കൂ. ആയുധം ഉണ്ടെങ്കിലല്ലേ ബാബിലോണ്യ സാമ്രാജ്യത്തിനെതിരെ ഇവിടെ നിന്നൊരു ചെറുത്തുനിൽപ്പുണ്ടാകൂ, ഇവിടെ നിന്നൊരു പോരാട്ടം ഉണ്ടാകൂ. അപ്പൊ രണ്ടാമത്തെ വഴിയും അടച്ചു. ഒന്നാമത്തേത് യുദ്ധം ചെയ്യാൻ, ചെറുത്തു നിൽക്കാൻ കായിക ശേഷിയുള്ള യൗവനക്കാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. അല്ലാത്തവരെ എല്ലാം അവരുടെ കഴിവ് ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ മികവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അങ്ങോട്ട് അടിമകളായി കൊണ്ടുപോയി. രണ്ട്, ആയുധം നിർമ്മിക്കാൻ ഒരു കാരണവശാലും പാടില്ല. അതുകൊണ്ട് കൊല്ലന്മാരെയും ആശാരിമാരെയും ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ബാബിലോണിന് വേണ്ടി ആയുധം നിർമ്മിക്കാൻ. ഇനി മൂന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഏതൊരു രാജ്യവും മടങ്ങി വരണമെങ്കിൽ, അത് പണിയപ്പെടണമെങ്കിൽ സാമ്പത്തിക ഭദ്രത വേണ്ടേ? ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, യുദ്ധങ്ങൾ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമല്ലേ, അതിന്റെ പരിണിത ഫലങ്ങൾ, ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ലോകവ്യാപകമായി നടക്കുന്ന യുദ്ധങ്ങൾ തീരുന്നു. എന്ത് ആയുധങ്ങൾ തീരുന്നു? ഇന്ന് ലോക രാജ്യങ്ങളെല്ലാം അയൽ രാജ്യത്തിന്റെ കയ്യിലുള്ളതിനേക്കാൾ, ശത്രു രാജ്യത്തിന്റെ കയ്യിലുള്ളതിനേക്കാൾ അത്യാധുനികമായതും കൂടുതൽ സംഹാരശേഷിയുള്ളതുമായ ആയുധങ്ങൾ സ്വന്തം ആയുധപ്പുരകളിൽ കുമിച്ചു കൂട്ടാനുള്ള വ്യഗ്രതയിൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, ആയുധ നിർമ്മാണങ്ങൾക്കൊക്കെ പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന വാർഷിക വരുമാനത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലോക രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറകൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ലോകവ്യാപകമായി ഇന്ന് ടാക്സ് വർദ്ധിച്ചു, വിലക്കയറ്റം രൂക്ഷമായി, എല്ലാ മനുഷ്യരും ഒരുപോലെ. പക്ഷേ എന്ത് ചെയ്യാനാ? ഭരണാധികാരികൾ എന്ത് ചെയ്യാനാ? ആയുധങ്ങൾ വാങ്ങി കൂട്ടണ്ടേ, ആയുധങ്ങൾ നിർമ്മിക്കണ്ടേ? അങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഒരു യുദ്ധം വന്നപ്പോഴല്ലേ മനസ്സിലായത് ആയുധങ്ങൾ വേണമായിരുന്നു എന്ന്. ഇല്ലായിരുന്നെങ്കിൽ, ഇത്രയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായേനെ എന്നൊരു യുദ്ധം വന്നപ്പോഴല്ലേ. അപ്പൊ എല്ലാ ലോകത്തിലെ ഭരണാധികാരികൾക്കും ആ ഒരു ഉത്കണ്ഠയില്ലേ. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്നുള്ളതല്ല, എല്ലാവർക്കും ഈ ഉത്കണ്ഠയും അകാരണ ഭയവും ഉള്ളത് കൊണ്ട് ആയുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിന് പണം വേണ്ടേ? അപ്പൊ യുദ്ധം നീണ്ടുപോയാലുള്ള കുഴപ്പം എന്താ ഞാൻ ഈ പറയുന്നത്? സാമ്പത്തിക മേഖല തകരും. സാമ്പത്തിക ഭദ്രത ഇല്ലാതെ പോയാൽ ആ രാജ്യം തകരും. പിന്നെ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ നെബൂഖദ്നേസർ രാജാവ് ചെയ്ത മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ അവിടെ നമ്മൾ ആവർത്തന വിരസത ഉണ്ടാകുമെന്നുള്ളത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദൈവാലയത്തിലെ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ നിക്ഷേപങ്ങളും അദ്ദേഹം അപഹരിച്ചു കൊണ്ടുപോയി. അത് മാത്രമല്ല, ഈ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന, ട്രഷറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അദ്ദേഹം കൊള്ളയടിച്ചു കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ ആലയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക നന്മയും രാജ്യത്തോടുള്ള ബന്ധത്തിൽ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതും എല്ലാം അദ്ദേഹം അപഹരിച്ചു കൊണ്ടുപോയി. മൂന്നാമത് നെബൂഖദ്നേസർ ചെയ്തത് എന്താണെന്നറിയാമോ? ഒരു കാലത്തും ഈ രാജ്യത്തിനൊരു മടങ്ങി വരവുണ്ടാകാത്ത നിലയിൽ അദ്ദേഹം സാമ്പത്തികമായി ആ രാജ്യത്തെ തകർത്ത് കളഞ്ഞു. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ശാന്തമായി നിങ്ങളോടൊന്ന് പറയുകയാണ്. ഒന്ന്, യൗവനക്കാരെ, ആരോഗ്യ ദൃഢഗാത്രന്മാരായ, ചെറുത്തു നിൽക്കാൻ പര്യാപ്തരായവരെ കൊന്നുകളഞ്ഞു. ബുദ്ധിവൈഭവമുള്ളവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവരുടെ കഴിവുകൾ തന്റെ സാമ്രാജ്യം പണിയാനായിട്ട് പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. രണ്ടാമത്തേത് നെബൂഖദ്നേസർ ചെയ്തത്, ആയുധം നിർമ്മിക്കാൻ സാധ്യതയുള്ള കൊല്ലന്മാരെയും ആശാരിമാരെയും കൊണ്ടുപോയി. കാരണം ഇവരുടെ ആയുധ നിർമ്മാണം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, തന്റെ രാജ്യത്തിന് ആയുധം കുമിച്ചു കൂട്ടാനായിട്ട് ഇവരെ ഉപാധിയാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. മൂന്ന്, അദ്ദേഹം ചെയ്തത്, ദൈവത്തിന് സ്തോത്രം, ഒരിക്കലും ഈ രാജ്യം ഇനി പണിയപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്തത്? സാമ്പത്തികമായി ആ രാജ്യത്തെ തകർത്ത് കളഞ്ഞു. ഉണ്ടായിരുന്ന മുഴുവൻ, അല്ലെ, ആലയത്തോട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുഴുവൻ നന്മകളും അദ്ദേഹം കൊള്ളയടിച്ചുകൊണ്ടുപോയി. രാജ്യത്തിന്റെ ട്രഷറി, അതല്ലേ, ആ കൊട്ടാരത്തോടുള്ള ബന്ധത്തിലുണ്ടായിരുന്ന മുഴുവനും അദ്ദേഹത്തിന്റെ സൈന്യം ബാബേലിലേക്ക് കൊള്ളയായി കൊണ്ടുപോയി. മൂന്നാമത് അദ്ദേഹം ചെയ്തത്, സാമ്പത്തികമായി ആ രാജ്യത്തെ തകർത്തു എന്നുള്ളതാണ്. നാലാമത്തത് നെബൂഖദ്നേസറിന് അറിയാം. എന്തറിയാം?
യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അവരുടെ ആലയമാണ്. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ 1-ാം മാസവും 3-ാം മാസവും 7-ാം മാസവും അവർ ഒരുമിച്ച് കൂടണമായിരുന്നു. യെരൂശലേമിൽ എവിടെ കൂടണമായിരുന്നു? ആലയത്തിൽ കൂടണമായിരുന്നു. 1-ാം മാസം അവർ കൂടണം, 3-ാം മാസം അവർ കൂടണം, 7-ാം മാസം അവർ കൂടണം. വർഷത്തിൽ 3 പ്രാവശ്യം അവർ ആലയത്തിൽ ഒരുമിച്ച് ഉത്സവങ്ങൾക്കും യാഗങ്ങൾക്കുമായി കൂടുമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ കൂട്ടായ്മ ബന്ധത്തെ നെബൂഖദ്നേസർ തകർത്തു. ഒരിക്കലും മതപരമായൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല, ദൈവാലയം എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല, ദൈവം എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അവരെ ഏകോപിപ്പിച്ചു നിർത്തുന്നത്, യഹൂദനെ തോളോട് തോൾ ചേർത്ത് ഒരു ഹൃദയം എന്ന വണ്ണം നിർത്തുന്നത്, ഒരേ മനസ്സോട് ചേർത്ത് നിർത്തുന്നത്, ദൈവത്തിന് സ്തോത്രം, അവരുടെ ആലയം എന്ന ചിന്തയാണ്, യെരൂശലേം എന്ന ചിന്തയാണ്. അതുകൊണ്ട് ബുദ്ധിമാനായ നെബൂഖദ്നേസർ എന്താ ചെയ്തെന്നറിയാമോ? ആലയത്തെ തീ വെച്ചു നശിപ്പിച്ചു കളഞ്ഞു. അതിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ മുഴുവൻ തന്റെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചു. യെരൂശലേം പട്ടണത്തെ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ മതിലുകളെല്ലാം അദ്ദേഹം ഇടിച്ചു നിരത്തിക്കളഞ്ഞു. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് ഇസ്രായേൽ പറയാനുള്ള കാരണം, യഹൂദ പറയാനുള്ള കാരണം, എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ഒരിക്കലും ഇനി ഒരിക്കലും ഒരു മടങ്ങി ഉണ്ടാകാൻ പാടില്ല എന്ന് നെബൂഖദ്നേസർ രാജാവ് തീരുമാനിച്ചുറപ്പിച്ച് ചരിത്രമുള്ളിടത്തോളം, ലോകമുള്ളിടത്തോളം ഇനി ഞങ്ങൾ മടങ്ങി വരാൻ അനുവദിക്കയില്ലെന്ന് അദ്ദേഹം വീറോടെ വെല്ലുവിളിച്ച് തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്തതാ. എന്നാൽ ഞങ്ങൾ മടങ്ങി വന്നത് ഞങ്ങളുടെ പണം കൊണ്ടല്ല ദൈവമേ, ഞങ്ങൾ മടങ്ങി വന്നത് ഞങ്ങളുടെ വിദ്യാസമ്പന്നത കൊണ്ടല്ല ദൈവമേ, ഞങ്ങൾ മടങ്ങി വന്നത് ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടല്ല ദൈവമേ, ഞങ്ങൾ മടങ്ങി വന്നത് ദൈവമേ ആയുധത്തിന്റെ ശേഷി കൊണ്ടല്ല ദൈവമേ, ഞങ്ങളുടെ കഴിവിനപ്പുറത്ത്, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനപ്പുറത്ത്, ഞങ്ങളുടെ യോഗ്യതയ്ക്കപ്പുറത്ത്, ഞങ്ങളുടെ പണത്തിനപ്പുറത്ത്, ഞങ്ങളുടെ ആയുധങ്ങൾക്കപ്പുറത്ത് ഇന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ മടങ്ങി വരവ് ഞങ്ങൾക്ക് സ്വപ്നം പോലെ തോന്നുന്നു. അങ്ങയുടെ കരുണയെന്നല്ലാതെ, അങ്ങയുടെ കൃപയെന്നല്ലാതെ ഞങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ സന്ദേശം ശ്രദ്ധിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇനി ഒരു മടങ്ങി വരവില്ലെന്നും ഒരു മടങ്ങി വരവിനുള്ള അവസരം നിന്റെ മുമ്പിൽ തരികയില്ലെന്നും വെല്ലുവിളിച്ച് എല്ലാ വഴികളും ഒരുപോലെ ശത്രു കൊട്ടിയടച്ചാലും കൃപ ലഭിച്ചവർ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. എല്ലാ വഴികളും അടഞ്ഞാലും, എല്ലാ സാധ്യതകളും ഇരുളിന്റെ ശക്തികൾ കൊട്ടിയടച്ചാലും, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം, എനിക്ക് മടങ്ങി വരവ് തരുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവം, എന്റെ ചിന്തകൾക്കപ്പുറത്ത്, കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, പ്രതീക്ഷകൾക്കപ്പുറത്ത്, എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത നിലയിൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ, എനിക്ക് വേണ്ടി വലിയവ ചെയ്യാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെന്ന് വിളിച്ചു പറയാൻ ആദരത്തിൽ അഭിഷേകമുള്ള, അകത്ത് ദൈവകൃപയുള്ള എത്ര പേര് ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി ഇന്ന് രാത്രി ആ ദൈവത്തിന് നന്ദി പറയാം. ശരീരം കൊണ്ട് ദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥരായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ തലയിൽ കൈവച്ചെന്ന് വേണം ഈ ദൈവാലോചന വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പരിതാപകരമായി തകർന്നെന്ന് തോന്നിയാലും ഒരു മടങ്ങി വരവിനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചെന്ന് ചിന്തിച്ചാലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ചിലരോട് ദൈവാലോചന കൈമാറുന്നു. എത്ര പേർക്ക് ആ വാക്കിന് സ്തോത്രം പറയാൻ കഴിയും? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യമൊന്ന് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇസ്രായേൽ ഒരിക്കൽ പാടിയത്, നീ മുമ്പും പിമ്പും ഞങ്ങളെ അടച്ചു,
ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചു. അല്ലേ? ആ ഭാഗം ഓർക്കുന്നില്ലേ? നീ മുമ്പും പിമ്പും ഞങ്ങളെ അടച്ചു, ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചു, മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. അടുത്തത്, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. അടുത്തത്, എങ്കിലും നീ ഞങ്ങളെ. ആ എങ്കിലും എന്ന പദത്തിന് പ്രസക്തി ഇല്ലേ പ്രിയരെ? എൻ്റെ ദൈവമേ, മുമ്പും പിമ്പും അടയപ്പെട്ടതാണേ, മുതുകത്തു ഭാരം വെക്കപ്പെട്ടതാണേ, മനുഷ്യര് തലയിൽ കയറി ഓടിക്കുമാറാക്കിയതാണേ, തീയിലെന്ന പോലെ വെള്ളത്തിൽ എന്ന പോലെ കടന്നു പോകേണ്ടി വന്നതാ ദൈവമേ. തകരാവുന്നിടത്തോളം തകർന്നു, പരിതാപകരമായി തകർന്നു. ഒരു മടങ്ങി വരവ് ഇനിയില്ല എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ അത്രമാത്രം വേട്ടയാടിയതാണ്. എന്നാൽ ഇസ്രായേൽ പറയുകയാണ്, എങ്കിലും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, എങ്കിലുമെന്ന്. നാളുകളിൽ ഇന്നിന്റെ അനുഭവങ്ങളെ തിരിഞ്ഞു ചിന്തിച്ചു പറയത്തക്ക നിലയിൽ ഒരു സാക്ഷ്യത്തിനുള്ള അവസരം എന്റെ കർത്താവ് ഒരുക്കി തരുമെന്ന് ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന വാക്കിന് സ്തോത്രം പറഞ്ഞ് പ്രതികരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുകയാണ്, ചിലരെ ധൈര്യപ്പെടുത്തുകയാണ്. ഇപ്പൊ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നിലയിൽ ഇവരെ പ്രവാസത്തിൽ നിന്ന് ദൈവം മടക്കി വരുത്താനുള്ള കാരണം എന്താണ്? ധാരാളം കാരണങ്ങൾ പറയാനുണ്ട്. അതിൽ ഒരു കാര്യമാണ് വിശേഷം നിങ്ങളോട് പറയാൻ എനിക്ക് ആത്മാവിലൊരു നിയോഗമുള്ളത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവർക്കൊരു മടങ്ങിവരം ഉണ്ടാകാത്ത നിലയിൽ തകർക്കാവുന്നിടത്തോളം നെബൂഖദ്നേസർ ഇവരെ തകർത്തതാ, എല്ലാ പഴുതുകളും അടച്ചതാ. അതെല്ലാം ഞാൻ വിശദീകരിച്ചു. പക്ഷെ ദൈവം ഇവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തി, സ്വപ്നത്തിൽ ചിന്തിക്കാത്ത നിലയിൽ മടക്കി വരുത്തി. മടക്കി വരുത്താനുള്ള ഒരു കാരണം പറയാം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്ന ദൈവമക്കൾക്ക് അതൊരു പ്രചോദനമായി മാറട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. 31-ാം അധ്യായം, അതിന്റെ 15 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചോളൂ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനവുമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു, അവർ ഇല്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്തു നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് വകയുണ്ട്. നിന്റെ മക്കൾ അവരുടെ ദേശത്തേക്ക് മടങ്ങി വരും. ഈ വാക്യം ഒരല്പം ചരിത്രം പറഞ്ഞൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാ പ്രവാചകൻ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ യഹൂദ ബാബിലോണ്യ പ്രവാസത്തിലേക്ക് പോവുകയാണ്. ബാബിലോണ്യ പ്രവാസത്തിലേക്ക് അവർ പോകപ്പെടുമ്പോൾ പ്രവാചകന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് നാം വായിച്ചത്. റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. റാഹേൽ തന്റെ മക്കളെ റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു, അവർ ഇല്ലാകിയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. നന്നായി അല്പചരിത്രം ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ വിശദീകരിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ ഓടിച്ച ചരിത്രം ഒന്ന് പറയാം. ഈ വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ പല റാമ നിങ്ങൾക്ക് കാണാം, പല റാമ. എന്നാൽ ഈ റാമ എന്ന് പറയുന്നത് യെരൂശലേമിൽ നിന്ന് ഏകദേശം 5 മൈൽ മാത്രമേ ഈ റാമ ഉള്ളൂ. ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ യെരൂശലേമിൽ നിന്ന് ഇതിന് ദൂരമുള്ളൂ. ഈ റാമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ റാമ ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ യഹൂദന്മാരെ പ്രവാസികളായി ഈ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ റാമയിൽ കൊണ്ടുവരുന്നു. റാമയിൽ കൊണ്ടുവന്നിട്ടാണ് തീരുമാനിക്കുന്നത് ആരെയൊക്കെ കൊണ്ടുപോകണം, ആരെയൊക്കെ കൊണ്ടുപോകണ്ട. എന്നൂടെ പറയാ, ആരെയൊക്കെ കൊല്ലണം, ആരെയൊക്കെ കൊല്ലണ്ട, ആരെയൊക്കെ കൊണ്ടുപോകണം, ആരെയൊക്കെ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിച്ചിരുന്നത്
ഈ റാമയിൽ വെച്ചാണ്. ഞാൻ ഒന്ന് തെളിയിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ ഒന്ന് എടുക്കാമോ? അതിൻ്റെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. അകമ്പടി നായകനായ നെബൂസർ അദാൻ ഇരമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്, ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയവരായ യെരൂശലേമിലെയും യഹൂദയിലെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവരെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ ഇരമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെ കുറിച്ച് ഈ അത്യാവശ്യം നമുക്ക് പിടികിട്ടിയല്ലോ. ഈ നെബൂഖദ്നേസർ രാജാവിന്റെ, അതായത് ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അകമ്പടി നായകനായ നെബൂസർ അദാൻ, അദ്ദേഹം ഇരമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ രാമ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയവരായ യെരൂശലേമിലെയും യഹൂദയിലെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. അപ്പൊ യഹൂദ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മനുഷ്യരെ എല്ലാവരെയും കൂടെ പിടിച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച്, നമ്മുടെ ഈയിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചിലരെ നാട് കടത്തിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ ഇന്ത്യക്കാരായ കുറച്ചു പേരെ നാട് കടത്തിയപ്പോൾ കയ്യിലും കാലിലും പിന്നെ ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടവരായി വിട്ടില്ലേ എന്നതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും വിചാരിക്കരുത്. എന്നതുപോലെ ഈ നെബൂഖദ്നേസർ രാജാവ് യഹൂദ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു കൊണ്ടുപോവുകയാണ്. പോകുമ്പോൾ അവരെ എല്ലാവരെയും കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവരും. ആ സ്ഥലത്തിന്റെ പേരാണ് റാമ. യെരൂശലേമിൽ നിന്ന് ഈ ഏകദേശം 5 മൈൽ 8 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള റാമ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൊണ്ടുവരും. ഈ റാമ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരമ്യാവിനെ ഈ ബന്ധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വന്നപ്പോൾ ഇരമ്യാവിനെ സ്വതന്ത്രനാക്കി വിട്ടയച്ചു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ഇരമ്യാവിനെ സ്വതന്ത്രനായി വിട്ടയച്ചു? നെബൂഖദ്നേസർ രാജാവ് അത് നേരത്തെ പറഞ്ഞിരുന്നു. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. അപ്പൊ ഈ റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു എന്ന ആ ഭാഗത്തിന്റെ അർത്ഥത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് യഹൂദ യുവാക്കന്മാർ, യുവതിമാർ, ആ പുരുഷാരം അവിടെ വന്ന് അവിടെ വെച്ച് അവരെ അവിടെ വെച്ച് അവരെ ഈ മീനെ കടലിൽ നിന്ന് പിടിക്കുന്നു. ഈ വലയ്ക്കകത്ത് മത്സ്യങ്ങൾ കുരുങ്ങുമ്പോൾ ഈ മനുഷ്യന് വിൽക്കാൻ പറ്റുന്നതും പ്രയോജനമുള്ളതുമായ കാര്യങ്ങളല്ലേ ആ കപ്പലിലേക്ക് അല്ലെങ്കിൽ ആ ബോട്ടിൽ ഇടത്തുള്ളൂ. അല്ലാത്തതൊക്കെ, അല്ലാതെ കയറുന്നതെല്ലാം, പ്രയോജനമില്ലാത്തതൊന്നും, വിറ്റുപോകാത്തതൊന്നും, വേണ്ടാത്തതൊന്നും അവർ ആ കടലിലേക്ക് തന്നെ വലിച്ചെറിയുന്നത് പോലെ ഇങ്ങനെ എല്ലാവരെയും കൂടെ പിടിച്ച് റാമെ കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ലാത്തതിനെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നടക്കാൻ വയ്യാത്തത്, കണ്ണ് കാണാൻ വയ്യാത്തത്, ചെവി കേൾക്കാത്തത്, ബലഹീനമായത്, അതിനെയൊന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു പോക്കോളാൻ പറഞ്ഞ് തിരിച്ചു വിടുകയാണ്. അപ്പൊ ഈ റാമയിൽ വെച്ചാണ് മീൻ വേർതിരിക്കുന്നത് പോലെ ഈ ജനത്തെ എല്ലാം കൂടെ അവിടെ വെച്ച് വേർതിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ഈ വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ. റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അവരില്ലായകയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. ഈ വാക്യത്തിന് മറ്റൊരു ആഴമായ അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ഞാനതൊന്നുകൂടൊന്ന് പറയാം. അല്പം ഇസ്രായേൽ ചരിത്രം ഒന്നുകൂടൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകില്ലെന്നാണ് ചിന്ത. കാരണം ദൈവവചനത്തിന്റെ പൊരുൾ തിരിച്ചു തരിക എന്നുള്ളതാണല്ലോ ദൈവദാസന്മാരുടെ ആത്മിക ഉത്തരവാദിത്വം. അതോടുകൂടെ ആത്മിക ദൂത് ദൈവം തരുന്നത് പറയുക എന്നുള്ളതാണ്. പക്ഷെ മെസ്സേജ്, ആശയം നിങ്ങളുടെ അകത്ത് കയറണം. അതാണല്ലോ ദൈവവചന ശുശ്രൂഷ കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. ഇവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇസ്രായേൽ രാജ്യം ശലോമോന്റെ മകനായ രഹബിയാമിന്റെ കാലത്ത് 2ആയി വിഭജിക്കപ്പെടുകയാണ്. യൊരോബിയാമിന്റെ നേതൃത്വത്തിലുള്ള 10 ഗോത്രങ്ങൾ അടങ്ങുന്ന രാജ്യത്തെ വടക്കേ രാജ്യമെന്നും യഹൂദായും ബെന്യാമീനും അടങ്ങുന്ന രാജ്യത്തെ തെക്കേ രാജ്യം അതായത് യഹൂദ എന്നും അറിയപ്പെട്ടിരുന്നു.
ഈ യാക്കോബിനിൽ റാഹേലിന് ഉണ്ടായ 2 മക്കളാണല്ലോ ബെന്യാമീനും, യോസേഫും ബെന്യാമീനും. ആ യോസേഫിന്റെ 2 മക്കളായിരുന്നല്ലോ മനശ്ശെയും എഫ്രീമും. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ടെന്നാണ് ചിന്ത. ഈ 10 ഗോത്രങ്ങൾ എന്നറിയപ്പെടുന്ന വടക്കേ രാജ്യമില്ലേ, ആ വടക്കേ രാജ്യത്തിലെ പ്രബലമായ 2 ഗോത്രങ്ങൾ എഫ്രീമരും മനശ്ശെയുമായിരുന്നു. അപ്പം ഈ റാഹേലിന്റെ മക്കളല്ലേ, മകനായ യോസേഫിന്റെ മക്കളല്ലേ ഈ മനശ്ശെയും എഫ്രീമും. അവരെന്താ സംഭവിച്ചത്? അവര് അശൂറിന്റെ അടിമത്തത്തിലേക്ക് പോയി. അപ്പൊ ഓൾറെഡി അവർക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമത്തേത്, റാഹേലിന്റെ മറ്റൊരു മകനാണ് ബെന്യാമീൻ. ഈ ബെന്യാമീനാണ് യഹൂദ ഗോത്രത്തിൽ 2 ഗോത്ര, യഹൂദ രാജ്യത്ത് 2 ഗോത്രങ്ങളെ ഒന്ന് യഹൂദായും 2 ബെന്യാമീനുമാണ്. അപ്പൊ ഇപ്പോൾ ഈ ബെന്യാമീൻ ഗോത്രം അടങ്ങിയ ഈ രാജ്യത്തെയും ബാബിലോന്യ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ യോസേഫിന്റെ സന്തതി പരമ്പരകൾ, മനശ്ശെയുടെ, എഫ്രീമിന്റെ ആ ഗോത്രങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഇസ്രായേൽ രാജ്യത്തെ, വടക്കേ രാജ്യത്തെ അശൂര് പ്രവാസികളായി കൊണ്ടുപോയി. പിന്നെ ഉണ്ടായിരുന്ന ഈ റാഹേലിന്റെ മകനായ ബെന്യാമീൻ, ആ ഗോത്രം ഉൾപ്പെട്ടിരുന്ന ഈ യഹൂദ രാജ്യത്തെയും ഇപ്പോൾ നെബൂഖദ്നേസർ ബാബിലോണിൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ അർത്ഥമാക്കുന്നത് ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കാരണം യിരെമ്യാവ് ഈ പ്രവചനം പ്രവചിക്കുന്ന സമയത്ത് റാഹേൽ ജീവിച്ചിരിപ്പില്ലല്ലോ. ഇതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റാഹേൽ മരിച്ചതാ അല്ലേ? യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിൽ നിന്ന് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടയ്ക്ക് റാഹേൽ മരിച്ചില്ലേ? റാഹേലിനെ അടക്കിയ രംഗം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യിരെമ്യാവ് പ്രവചിക്കുന്ന ഈ പ്രവചന സമയത്ത് ആ റാഹേൽ ജീവിച്ചിരിപ്പില്ല. അങ്ങനെയാണെങ്കിൽ റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അവരില്ലായകയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ആശയം എന്താണ്? അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആലങ്കാരിക പ്രയോഗം എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം പറയാ, യിരെമ്യാവ് പറയുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. റാഹേൽ എന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇസ്രായേലിന് സംഭവിച്ച ഈ അപജയം കണ്ടുകൊണ്ട് അവൾ അലറിക്കരയുമായിരുന്നു. കഠിനമായ വിലാപവും നിലവിളിയും അവളിൽ നിന്നുണ്ടാകുമായിരുന്നു. കാരണം അവൾ ആശിച്ചും ദാഹിച്ചും സ്തോത്രം നേടിയ മക്കളായ യോസേഫും ബെന്യാമീനും. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യാക്കോബിന്റെ ജീവിതാനുഭവത്തിലേക്ക്, റാഹേലിന്റെ ജീവിതാനുഭവത്തിലേക്ക് നിങ്ങൾ പിന്നീട് പഴയ നിയമം ഒന്ന് ശാന്തമായി പരിശോധിച്ചാൽ മതി. അവൾ എന്ത് ആഗ്രഹിച്ചു, എന്ത് പ്രാർത്ഥിച്ചു ഒക്കെ നേടിയെടുത്ത 2 മക്കളാ ഈ യോസേഫ്, അതുപോലെ തന്നെ ബെന്യാമീൻ. ആ യോസേഫിന്റെ സന്തതി പരമ്പരകൾ, ബെന്യാമീനിന്റെ സന്തതി പരമ്പരകൾ ശത്രുവിനാൽ പിടിക്കപ്പെട്ടില്ലേ? പ്രവാസികളായി പോകപ്പെട്ടില്ലേ? താൻ വില കൊടുത്തു, താൻ നെഞ്ചുരുകി, താൻ കാത്തിരുന്ന് താൻ നേടിയ, താൻ നൊന്തു പ്രസവിച്ച മക്കൾ, സന്തതി പരമ്പരകൾ ഇങ്ങനെ അടിമത്തത്തിൽ, പ്രവാസത്തിൽ കൊണ്ടുപോകപ്പെടുന്നത് ആ വന്യമാതാവ് ജീവനോടെ ഇരുന്നിങ്ങനെ കാണുമായിരുന്നെങ്കിൽ അവൾ കഠിനമായി നിലവിളിച്ചേനെ. അവൾ ഹല്ലേലൂയ വിലാപവും കഠിനമായ നിലവിളിയും അവളിൽ നിന്നുണ്ടായേനെ. ഞാൻ അതിന് ആലങ്കാരിക പ്രയോഗമാണെന്ന് നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ഈ മടങ്ങി വരവിന്റെ പിറകിൽ ഒരു കണ്ണുനീരുണ്ടെന്ന്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഉപവാസവും പ്രാർത്ഥനയും അല്ലേ പ്രിയരെ? ഉപവാസത്തിൽ നിങ്ങൾക്കൊരാവേശമായി ഇത് മാറട്ടെ, ഒരു ഉറപ്പായി മാറട്ടെ. നെബൂഖദ്നേസർ രാജാവ് ഒരു മടങ്ങി വരവിന് ഇവർക്കുണ്ടാകാൻ പാടില്ല എന്ന നിലയില് എല്ലാ പഴുതുകളും അടച്ചില്ലേ? എന്നാൽ അവനുണ്ടാക്കിയ സകല തന്ത്രങ്ങളെയും അവന്റെ സകല പദ്ധതികളെയും തകർത്ത് യഹൂദ അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നിലയിൽ ദൈവം അവരെ പ്രവാസത്തിന്റെ കെട്ടുപൊട്ടിച്ചു പുറത്തു കൊണ്ടുവരാൻ കാരണം കണ്ണുനീരാണെങ്കിൽ, പ്രാർത്ഥനയാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ
വിളിച്ചു പറയുകയാണ്, കണ്ണുനീരിന് പൊട്ടിക്കാൻ കഴിയാത്ത പ്രവാസത്തിന്റെ കെട്ടുകളില്ല പ്രിയരെ. പ്രാർത്ഥനയാൽ പുറത്തു കിടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഒരു ദൈവ പൈതലിനില്ലെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കരമുയർത്തി ഒരു നല്ല ആമേൻ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ. പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിലരോട് ശക്തമായി ഈ ദൈവാലോചന വിളിച്ചു പറയുകയാണ്. ധൈര്യമായി പ്രാർത്ഥിക്കുക, ധൈര്യമായി ഉപവസിക്കുക, ധൈര്യമായി മുന്നോട്ട് പോക. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുകയില്ല, വരാൻ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ പരിതാപകരമായ ഈ സ്ഥിതി റാഹേൽ ജീവനോടെ ഇരുന്ന് ഇന്ന് കണ്ടിരുന്നെങ്കിൽ കഠിനമായ വിലാപവും നിലവിളിയും അവളിൽ നിന്നുണ്ടാകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത് എന്നെ ത്രസിപ്പിച്ച ഒരു വാക്യമാണത്. അതിന്റെ 16-ാമത്തെ വാക്യമാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരോട് അരുളി ചെയ്യുന്നത്? കരയുന്ന റാഹേലിനോട്. ഞാൻ പറഞ്ഞല്ലോ, അത് ആലങ്കാരിക പ്രയോഗമാണ്. കരയുന്ന റാഹേലിനോട് ദൈവം പറയുകയാണ്, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഒരു നല്ല ആമേനൊന്ന് സ്തോത്രം ചെയ്ത് പറ. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ഇതൊക്കെ ഇന്ന് രാത്രി ഹൃദയത്തിൽ എഴുതി വെച്ചോണം കേട്ടോ. എന്താ നിന്റെ പ്രവൃത്തി? അവളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് കണ്ണുനീരാ പ്രിയരെ. ഹല്ലേലൂയ. തകർച്ചയോർത്ത്, തലമുറകളുടെ തകർച്ചയോർത്ത്, അടിമത്തത്തിലേക്ക് പ്രവാസത്തിലേക്ക് പോകപ്പെടുന്ന അനുഭവങ്ങൾ ഓർത്ത് അവള് കണ്ണുനീരോടെ നിലവിളിക്കുകയാണ്. ദൈവം പറയാണ്, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്ര 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 സ്തോത്രം. അടുത്തത്, നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ പ്രിയരി. നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ആരുടെ ഭാവിയെ കുറിച്ച് പ്രത്യാശയ്ക്ക് വകയുള്ളത്? രാഷ്ട്രീയം കളിക്കുന്നവരുടെ അല്ല. ആരുടെ ഭാവിയെ കുറിച്ച് പ്രത്യാശയ്ക്ക് വകയുള്ളത്? തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരുടെ അല്ല. ആരുടെ ഭാവിയെ കുറിച്ച് പ്രത്യാശയ്ക്ക് വകയുള്ളത്? ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ താല്പര്യമുള്ളവരുടെ ഭാവിയെ കുറിച്ച് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അങ്ങനെയുള്ളവരുടെ തലമുറയെ കുറിച്ച് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവരുടെ സന്തതി, നിന്റെ തലമുറ, നിന്റെ സന്തതി ശത്രുവിന്റെ ദേശത്ത് നിന്നും മടങ്ങി വരും. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ഞാൻ പറയാം, എത്ര തകർച്ചയിലൂടെ കടന്നുപോയാലും മടങ്ങി വരാൻ അനുവദിക്കയില്ല. ഇനി നിനക്കൊരു മടങ്ങി വരവില്ല എന്ന് ശത്രു എത്ര വെല്ലുവിളിച്ചാലും കണ്ണുനീര് കൊണ്ട് തിരികെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. പ്രാർത്ഥനയാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് ഒന്നുമില്ലെങ്കിൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. ഇന്ന് മുതൽ ചില ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ കണ്ണുനീരിനാൽ ചിലതിനെ തിരികെ പ്രാപിക്കാൻ, പ്രാർത്ഥനയാൽ ചിലതിനെ നേടിയെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. നെബൂഖദ്നേസർ രാജാവ് ഒരു മടങ്ങി വരവിന് അവസരമില്ലാത്തതുപോലെ എല്ലാ പഴുതുകളും അടച്ച് പരിതാപകരമായ യഹൂദയെ തകർത്തെങ്കിൽ ദൈവം അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നിലയിൽ അവരെ മടക്കി വരുത്തിയതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മടങ്ങി വരവുകൾ ദൈവം നമുക്ക് തരും. എത്ര പേര് വിശ്വാസത്താൽ എന്നോട് ചേർന്ന് ആമേൻ പറയും? അത് ആത്മീകമായ മടങ്ങി വരവ്, അത് ഭൗതികമായ മടങ്ങി വരവ്, അത് ശാരീരികമായ മടങ്ങി വരവ്, മാനസികമായ മടങ്ങി വരവ്, സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഒരു മടങ്ങി വരവ് അനിവാര്യമായിരിക്കുന്നത്, ആ സമസ്ത മേഖലകളിലും ഒരു മടങ്ങി വരവ് തരാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിലുള്ള ഉറപ്പ്, ആ ദൈവത്തിലുള്ള ധൈര്യം ഇന്ന് രാത്രി നമ്മെ ഭരിക്കട്ടെ. എന്റെ വാക്കുകൾ ഈ രാത്രി ഞാൻ ഇവിടെ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു എന്നവർ പറയാനുള്ള കാരണമാണ് നാം ചിന്തിച്ചത്. അവരൊരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ
അവർ ചിന്തിക്കാത്തതും അവർക്ക് അസാധ്യമെന്ന് തോന്നിയതുമായ കാര്യം ദൈവം അവർക്ക് സാധിപ്പിച്ചു കൊടുത്തു. അതിന്റെ പിന്നിൽ ധാരാളം കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. റാഹേലിന്റെ കണ്ണുനീരാണ്, റാഹേലിന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഉപവസിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾക്കിതൊരു പ്രചോദനമായി മാറട്ടെ, ഇതൊരു ആവേശമായി മാറട്ടെ. ചിലതിനെ തിരികെ പിടിക്കാൻ, ചിലതിനെ തിരികെ പ്രാപിക്കാൻ. ഹല്ലേലൂയ. ചില മടങ്ങി വരവുകൾ, അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചിലത് ഈ ദിവസങ്ങളിൽ സാധ്യമായി വരാൻ ഈ യോഗങ്ങൾ കാരണീയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും ഇങ്ങനെ ഒരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ബഹുമാന്യനായ കർത്താവിന്റെ ദാസനോടും എന്നെ ശ്രദ്ധിച്ച മാന്യ ശ്രോതാക്കളോടും ഹൃദയംഗമമായ നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.